ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രപ്പോസിഷൻ എന്താണെന്നാണ് പഠിച്ചത്. ഒരു സെന്റൻസ് തന്നു കഴിഞ്ഞാൽ അത് പ്രപ്പോസിഷൻ ആണോ നോൺ പ്രപ്പോസിഷൻ ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു ട്രൂവോ ഫാൾസോ എന്ന് പറയാൻ പറ്റുന്നതെല്ലാം പ്രപ്പോസിഷൻ ആണ്. ചില സെന്റൻസ് നമ്മൾ കാണുമ്പോൾ തന്നെ നോൺ പ്രപ്പോസിഷൻ എന്ന് പറയാം. ഏതൊക്കെയാ? ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മാർക്ക് വരുന്ന ക്വസ്റ്റ്യൻ മാർക്ക് വരുന്ന സെന്റൻസുകൾ, അതുപോലെ തന്നെ എക്സ്ക്ലമേഷൻ മാർക്ക് വരുന്ന സെന്റൻസുകൾ, കമാൻഡുകൾ, അതുപോലെ വേരിയബിൾസ് എക്സ് വൈ ഒക്കെ വരുന്ന സെന്റൻസുകൾ, ഇതെല്ലാം നോൺ പ്രപ്പോസിഷൻ. അപ്പൊ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അപ്പൊ അതിനകത്ത് നമുക്ക് ചിലപ്പോൾ ഒരു മാർക്കിന്റെ ക്വസ്റ്റൻ ഒക്കെ വരികയാണ്. സിമ്പിൾ ആയിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് പരീക്ഷയ്ക്ക് പാർട്ട് എയിൽ ഒരു മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് വല്ല രണ്ട് സെന്റൻസ് തന്നിട്ട് ഇതിനകത്ത് പ്രപ്പോസിഷൻ ഏതാണ് നോൺ പ്രപ്പോസിഷൻ ഏതാണെന്ന് ചോദിക്കത്തുള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത ഒരു ടോപ്പിക്കായ കണക്റ്റീവ്സിനെ കുറിച്ചാണ്. കണക്റ്റീവ്സ് എന്ന് വെച്ചാൽ കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ടുപേരെ തമ്മിൽ യോജിപ്പിക്കുക, അല്ലേ? രണ്ടുപേരെ യോജിപ്പിക്കുന്നതിനാണ് നമ്മൾ കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പം രണ്ട് പ്രപ്പോസിഷൻസ്, അതായത് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ്, ആ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിനെ കണക്ട് ചെയ്യുന്ന, യോജിപ്പിക്കുന്നതിനാണ് നമ്മൾ കണക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ എലമെന്ററി പ്രപ്പോസിഷൻ എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇപ്പൊ ഞാൻ ഇതിനകത്ത് കുറച്ച് സ്റ്റേറ്റ്മെന്റ് കാണിക്കാം. നോക്കി, എലമെന്ററി പ്രപ്പോസിഷൻ എക്സാമ്പിൾ നോക്കാണ്ട്, ഇറ്റ് ഈസ് റെയിനിങ്. അതൊരു എലമെന്ററി പ്രപ്പോസിഷൻ ആണ്, അല്ലെ? റെയിനിങ് എന്നുള്ളത് ഒരു എലമെന്ററി പ്രപ്പോസിഷൻ ആണ്. കാരണം ട്രൂ എന്നോ ഫാൾസ് എന്നോ പറയാൻ പറ്റും. മഴയില്ല എങ്കിൽ ഫാൾസ് ആണ്, മഴ ഉണ്ടെങ്കിൽ അത് ട്രൂ ആണ്. ഇനി രണ്ടും ഒരുമിച്ചാകാൻ സാധ്യതയില്ല. അടുത്ത, ഇറ്റ് ഈസ് കോൾഡ്. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുള്ള ദിവസം, അതും ഒരു എലമെന്ററി പ്രപ്പോസിഷൻ ആണ്. 3+5 = 3, ഇത് ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു എലമെന്ററി പ്രപ്പോസിഷൻ ആണ്. ഐ ലൈക്ക് റെഡ് കളർ. എനിക്ക് റെഡ് കളർ നല്ല ഇഷ്ടമാണ്, അതും നമുക്കൊരു പ്രപ്പോസിഷൻ ആണ്, സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. വിഷ്ണു ഈസ് ആൻ എലിഗന്റ് ബോയ്. വിഷ്ണു വളരെ നല്ലൊരു കുട്ടിയാണ്, എലിഗന്റ് ആണ്, അല്ലെ? നല്ലൊരു കുട്ടിയാണ്. ലത ഈസ് ഓണസ്റ്റ്. ലത വളരെ സത്യസന്ധയായ കുട്ടിയാണ്. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എനിക്കപ്പോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് തമ്മിൽ കമ്പൈൻ ചെയ്യണം, ഒരുമിച്ചാക്കണം. ഇത് രണ്ടും കൂടെ ഒരുമിച്ചാക്കുകയാണെങ്കിൽ നമ്മൾ പറയും ഇതൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും, ഒരുമിച്ചായി കഴിയുമ്പോൾ. അല്ലെങ്കിൽ ഇതുകൂടെ എനിക്ക് കമ്പൈൻ ചെയ്യണം. ഇറ്റ് ഈസ് കോൾഡും 3+5 = 3. ഇത് രണ്ടും ചേരുമ്പോൾ ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറും. അല്ലെങ്കിൽ എനിക്ക് റെഡ് കളർ, ഐ ലൈക്ക് റെഡ് കളറും, അതുപോലെ തന്നെ വിഷ്ണു ഈസ് ആൻ എലിഗന്റ് ബോയ്, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യണം. അപ്പൊ നമുക്ക് ഈ കുറെ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് എന്ന് കഴിഞ്ഞാൽ അതിനെ ഒന്നോ രണ്ടോ മൂന്നോ സ്റ്റേറ്റ്മെന്റ്സിനെ ഒരുമിച്ച് ആക്കുമ്പോൾ ആ കിട്ടുന്ന സ്റ്റേറ്റ്മെന്റിനാണ് നമ്മൾ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുമിച്ചാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ കണക്ഷൻസ്, അതിനാണ് നമ്മൾ കണക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഈസ് റെയിനിങ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഈസ് കോൾഡ്. ഇത് രണ്ടും കൂടെ ഞാൻ ആൻഡ് എന്ന് പറയുന്ന ഒരു കണക്റ്റീവ് വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്തു. ആൻഡിന് നമ്മൾ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ ആൻഡിന് നമ്മൾ പറയുന്ന പേര് കൺജങ്ഷൻ എന്നാണ്. കൺജങ്ഷൻ ആൻഡിന് നമ്മൾ പറഞ്ഞ പേര് കൺജങ്ഷൻ. അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എ എന്ന് പറഞ്ഞ സിമ്പലിന്റെ വരയില്ലാതെ. എ നമ്മൾ എഴുതുമ്പോൾ അതിനകത്ത് നമ്മൾ വരയില്ലാതെ, നടുക്കുള്ള വരയില്ലാതെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ സൈസ് നോക്കട്ടെ. നമ്മള് സാധാരണ നമ്മൾ എഴുതുന്ന ഇങ്ങനെ എഴുതി നടുക്കൂട്ട് വരയുടെ കൊടുക്കും, പക്ഷെ വരയില്ലാതെ എഴുതുന്നതാണ് കൺജങ്ഷൻ. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ അടുത്ത യൂസ് ചെയ്യാവുന്ന ഒരു കണക്റ്റീവാണ് ഓർ. ഒരു സ്റ്റേറ്റ്മെന്റ് 3+5 = 3, സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. ഐ ലൈക്ക് റെഡ് കളർ, ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ ഇത് രണ്ടുകൂടെ കമ്പൈൻ ചെയ്യുന്നു. 3+5 = 3 ഓർ ഐ ലൈക്ക് റെഡ് കളർ. അപ്പോൾ ഓർ എന്ന് പറയുന്ന ഒരു കണക്റ്റീവ് ആണ് യൂസ് ചെയ്ത്. ഓറിന് നമ്മൾ പറഞ്ഞ പേര്, നമ്മൾ ആൻഡിന് നമ്മൾ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ പറയുന്ന പേരാണ് എന്തോന്ന്, കൺജങ്ഷൻ. ഈ സിമ്പിൾ കൊണ്ട് സൂചിപ്പിക്കുന്നത്.
ഓറിന് നമ്മൾ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ നമ്മൾ പറഞ്ഞ പേരാണ് ഡിസ്ജംഗ്ഷൻ. ഡിസ്ജംഗ്ഷൻ, കൺജംഗ്ഷനും ഡിസ്ജംഗ്ഷനും. ഡിസ്ജംഗ്ഷൻ, ഡിസ്ജംഗ്ഷൻ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻഡ് തിരിച്ചിടുന്നത, അതായത് നേരെ മേലോട്ട്. ആൻഡ് എയുടെ ആണെങ്കിൽ എ തിരിച്ചിടുന്ന. വേറെ ഒന്നാണ് നമ്മൾ നോട്ട് ഓപ്പറേറ്റർ. ലത ഈസ് എ ഓണസ്റ്റ്, ലത ഈസ് ഓണസ്റ്റ് എന്നായിരുന്നു നമ്മുടെ സെന്റൻസ്. അപ്പൊ അതിന്റെ നോട്ട് എഴുതുമ്പോൾ ലത ഈസ് നോട്ട് ഓണസ്റ്റ് എന്ന് വെച്ചാൽ ഇതിന് പറഞ്ഞ പേര് നെഗേഷൻ എന്നാണ്. നെഗേഷൻ, നെഗേഷൻ. അപ്പം ബേസിക് ആയിട്ട് 3 ടൈപ്പ് കണക്റ്റീവ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് ആൻഡ്, അടുത്ത ഓറ്, പിന്നെ നെഗേഷൻ. നെഗേഷൻ നമ്മൾ സിമ്പിള്, ഇതാണ് നമ്മുടെ സിമ്പിള്. നമ്മുടെ എസ് ഇങ്ങനെ തിരിച്ചൊന്ന് വരയ്ക്കുന്ന പോലെയാണ്. നല്ല പ്രിന്റ് ചെയ്യുമ്പോൾ നെഗേഷൻ നമ്മൾ ഗാമ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിത് സിംബോളിക് ആയിട്ട് നമുക്ക് റെപ്രസെന്റ്, എപ്പോഴും നമുക്ക് ഇങ്ങനെ ഇത്രയും നീണ്ട സെന്റൻസ് ഒന്നും മാത്സിൽ എഴുതാൻ പറ്റത്തില്ല. മാത്സുകാർ എപ്പോഴും ഏറ്റവും സിമ്പിൾ ആയിട്ട് വളരെ കുറച്ച് സ്ഥലത്ത് എഴുതാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ലത ഇറ്റ് ഈസ് റെയിനിങ് എന്നുള്ളതിന് ഞാൻ ഒരു സിംബോളിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് ഞാൻ അതിന് പി എന്ന് കൊടുത്തു. പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റെയിനിങ്, പി. അടുത്ത ഇറ്റ് ഈസ് കോൾഡ് എന്നുള്ളതിന് എനിക്ക് ഞാൻ വേറെ സെൻസ് കൊടുത്തു. ഏതാ കൊടുത്തു? നമ്മൾ പി, ക്യൂ, ആർ അങ്ങനെയാണ് കൊടുക്കാറുള്ളത്. ക്യൂ എന്ന് കൊടുത്തു, സ്മാൾ ലെറ്റർ ക്യൂ കൊടുത്തു. അടുത്ത 3 + 5 = 3 എന്നുള്ളത് 6 എന്ന് കൊടുത്തു. അപ്പൊ എനിക്ക് ആദ്യത്തെ 2 സെൻസ് ചെയ്യാൻ, ഇറ്റ് ഈസ് റെയിനിങ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഈസ് റെയിനിങ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ്. സിംബോളിക് ആയിട്ട് എഴുതുകയാണെങ്കിൽ ഈ സെന്റൻസ് നമ്മൾ സിംബോളിക് ആയിട്ട് എഴുതുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഇറ്റ് ഈസ് റെയിനിങ്ങിന് പകരം പി എന്ന് കൊടുത്തു, ആൻഡിന് പകരം നമ്മുടെ സിമ്പിളായ കൺജങ്ഷൻ കൊടുത്തു, ഇറ്റ് ഈസ് കോൾഡിന് പകരം നമ്മുടെ സിമ്പിളായ ക്യൂ കൊടുത്തു. അപ്പൊ പി ആൻഡ് ക്യൂ എന്ന് എഴുതിയാൽ പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റെയിനിങ്ങും ക്യൂ ഇറ്റ് ഈസ് കോൾഡും ആണെങ്കിൽ ഇറ്റ് ഈസ് റെയിനിങ് ആൻഡ് കോൾഡിന് പി ആൻഡ് ക്യൂ. പിന്നെ അടുത്ത നമ്മൾ പറഞ്ഞേക്കുന്നത് 3 + 5 = 3. നമ്മൾ 6 അവിടുത്തെ. ഐ ലൈക്ക് റെഡ്, റെഡിന് ഞാൻ എസ് എന്ന് കൊടുത്തു, PQRS. അപ്പം 3 + 5 = 3 ഓർ ഐ ലൈക്ക് റെഡ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് സിംബോളിക് ആയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ 3 + 5 = 3ക്ക് നമ്മൾ 6 എന്നാണ് സിമ്പിൾ കൊടുത്തേക്കുന്നത്. ഐ ലൈക്ക് റെഡ് അതിന് നമ്മൾ എന്ത് കൊടുത്തേക്കുന്നത്? എസ് എന്നാണ്. നടുക്ക് വരുന്ന കണക്റ്റീവ് ഓർ ആയതുകൊണ്ട് നമ്മൾ എ നേരെ തിരിച്ചിടുന്നത് ഓർ. ഇതിന്റെ അർത്ഥം ആർ ഓർ എസ്, ഐ ലൈക്ക് റെഡ് ഓർ 3 + 5 = 3 ഓർ ഐ ലൈക്ക് റെഡ്. ഇതുപോലെ നോട്ട് ഓഫ് ലത ഈസ് ഓണസ്റ്റ്, നോട്ട് ഓണസ്റ്റ്, PQRS. ഞാൻ ഇതിന് ടി എന്ന് കൊടുത്തു. അപ്പൊ ടി എന്ന് വെച്ചാൽ ലത ഈസ് ഓണസ്റ്റ് ആണ് ടി, ലത ഈസ് നോട്ട് ഓണസ്റ്റ് ആണെങ്കിൽ നെഗേഷൻ ഓഫ് ടി ഇങ്ങനെ കൊടുക്കും. ഇനി നമ്മൾ പുസ്തകത്തിലാണെങ്കിൽ പ്രിന്റ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിൽ ഈ ഒരു സിമ്പിളിന് പകരം സ്ലൈഡ് എന്നാ പറയുന്നത്. സിമ്പിളിന് സ്ലൈഡ്, സ്ലൈഡ് സിമ്പിളിന് പകരം നമ്മൾ ഈ ഗാമ, ഗാമ ടി, നമ്മൾ 7 എന്നൊക്കെ വായിക്കുന്ന പോലെയൊക്കെ തോന്നും, പക്ഷേ 7 എന്നൊക്കെ ഗാമയാണ്, നോട്ടാണ്, നെഗേഷൻ ഇങ്ങനെ കൊടുക്കുന്നതാണ് പുസ്തകത്തിൽ പ്രിന്റ് ചെയ്യുമ്പോൾ. നമ്മൾ അല്ലാതെ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ കൊടുത്താലും മതി. ഈ എസ് ഒന്ന് തിരിച്ചെഴുതുന്ന പോലെ ദിസ് ഇസ് നോട്ട് ടി ആണ്, നെഗേഷൻ ഓഫ് ടി ആണ്. ഇതിനെല്ലാമാണ് നമ്മൾ കണക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ എന്താ, നമ്മളൊരു ഒന്നോ രണ്ടോ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ ആ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്സിനെ അല്ലെങ്കിൽ അതിന് എലമെന്ററി പ്രൊപ്പോസിഷൻ എന്നാണ് അതിന് പറയുന്നത്. ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞ പേര് എലമെന്ററി എന്നോട് എഴുതിയിട്ടുണ്ട്. എലമെന്ററി പ്രൊപ്പോസിഷൻസ് എന്നാണ് പറയുന്നത്. ഈ എലമെന്ററി പ്രൊപ്പോസിഷൻസിനെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് പ്രധാനമായിട്ട് നമ്മൾ 3 കണക്റ്റീവ്സ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ആൻഡ്, അടുത്ത ഓർ, പിന്നെ നമ്മൾ നെഗേഷൻ. ഇതിന്റെയൊക്കെ അർത്ഥം വേറെയാണ്, വ്യത്യാസമുണ്ട്. ആൻഡിന്റെ അർത്ഥമല്ല ഓറിന്റെ അർത്ഥം. ഇപ്പൊ നോക്കിയേ, ഇറ്റ് ഈസ് റെയിനിങ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ്. ഇറ്റ് ഈസ് റെയിനിങ്, ഇപ്പൊ മഴ പെയ്യുന്നു. ഇറ്റ് ഈസ് കോൾഡ്, ഇപ്പൊ നല്ല തണുപ്പാണ്. അപ്പൊ ഈ നമ്മൾ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ ഇതിന്റെ ട്രൂത്ത് വാല്യൂ, ഇറ്റ് ഈസ് റെയിനിങ്ങിന്റെ ട്രൂത്ത് വാല്യൂ, പക്ഷെ ഇപ്പൊ മഴ പെയ്യുന്ന സമയം വിചാരിച്ചോ, ട്രൂത്ത് വാല്യൂ ട്രൂ ആണ്, മഴ പെയ്യുന്ന സമയമാണ്. ഇറ്റ് ഈസ് കോൾഡ്, അതുകൊണ്ട് നല്ല തണുപ്പുണ്ട്, അതിന്റെ ട്രൂത്ത് വാല്യൂ ട്രൂ ആണ്. അപ്പൊ നമ്മൾ ഇറ്റ് ഈസ് റെയിനിങ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് എന്ന് പറയുമ്പോൾ ഇതിന്റെയും ട്രൂത്ത് വാല്യൂ ട്രൂ ആണ്, ഇതിന്റെയും ട്രൂത്ത് വാല്യൂ ട്രൂ ആണ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് മൊത്തത്തിലുള്ള ട്രൂത്ത് വാല്യൂ ട്രൂ ആണ്. എന്നാൽ ഇപ്പൊ മഴ പെയ്യുന്നില്ല, നമ്മൾ മൂന്നാറിൽ നിൽക്കുക, മൂന്നാറിൽ മഴയൊന്നുമില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്. അപ്പൊ ഇറ്റ് ഈസ് റെയിനിങ് എന്നുള്ളതിന്റെ ട്രൂത്ത് വാല്യൂ മൂന്നാറിൽ നമ്മൾ നിന്നപ്പം ഇത് ഈ സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ്, അല്ലെ? ഇതിന്റെ എന്തുവാ, ഇറ്റ് ഈസ് കോൾഡ്, എന്നാൽ ഇവിടെ എന്തുകൊണ്ട്, തണുപ്പുണ്ട്, അതിന്റെ ട്രൂത്ത് വാല്യൂ ട്രൂ ആണ്. അപ്പം ആൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മഴയും പെയ്യുന്നു, നല്ല തണുപ്പും ഉണ്ട്, മഴ, പക്ഷേ ഇതെന്തുമല്ല, മഴ പെയ്യുന്നില്ല.
അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഫാൾസ് ആണ്. അപ്പൊ ഇത് ആൻഡ് എടുക്കുമ്പോൾ ദിസ് ഈസ് മൊത്തത്തില് ഇതിന്റെ ട്രൂത്ത് വാല്യൂ ഫാൾസ് ആണ്. കാരണം രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ട്രൂ എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മഹേഷ് നല്ലപോലെ പഠിക്കും, മഹേഷിന് നല്ല മാർക്കുമുണ്ട്. രണ്ട് സ്റ്റേറ്റ്മെന്റാണ്. മഹേഷ് നല്ലപോലെ പഠിക്കുകയും ചെയ്യുന്നു, മഹേഷ് നല്ല മാർക്കും ഉണ്ട്. അപ്പൊ മഹേഷ് പഠിക്കുന്നു വേണം, പഠിക്കുന്ന മഹേഷ് എന്താ വേണം, നല്ല മാർക്കും വേണം. ഇത് രണ്ടും കറക്റ്റ് ആണെങ്കിൽ ആ ടോട്ടൽ സ്റ്റേറ്റ്മെന്റ്, കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. മഹേഷ് നല്ലപോലെ പഠിച്ചു മഹേഷ് നല്ല മാർക്ക് കൊണ്ടുള്ളത്, മാർക്ക് ഇല്ലെങ്കിലോ മൊത്തം സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ്, ഒരു പാർട്ട് ഫാൾസ് ആയിപ്പോയതുകൊണ്ട്. അപ്പം ഈ ആൻഡ് ഓപ്പറേറ്റർ വരുമ്പം ഈ അതിനകത്തുള്ള രണ്ട് കമ്പോണന്റും, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ട്രൂ ആകുമ്പോൾ മാത്രമേ ആൻഡ് ഓപ്പറേറ്ററിന്റെ ഔട്ട്പുട്ട് ട്രൂ ആകത്തുള്ളൂ. ഏതെങ്കിലും ഒരെണ്ണം ഫാൾസ് ആയാലും രണ്ട് സ്റ്റേറ്റ്മെന്റും ഫാൾസ് ആയാലും ഔട്ട്പുട്ട് ഫാൾസ് ആയി പോകും. എന്നാൽ ഓർ അങ്ങനെയല്ല. മഹേഷ് നല്ലപോലെ പഠിക്കും, ഓർ മഹേഷ് നല്ല മാർക്കുണ്ട്. അപ്പൊ മഹേഷ് നല്ലപോലെ പഠിക്കും, അത് കറക്റ്റ് ആണ്. പക്ഷെ മഹേഷ് നല്ല മാർക്കില്ല. മഹേഷ് നല്ലപോലെ പഠിക്കും അല്ലെങ്കിൽ മഹേഷിന് നല്ല മാർക്ക് വെച്ചാൽ ഏതെങ്കിലും ഒന്ന് കറക്റ്റ് ആയാലും ഇതിന്റെ ഔട്ട്പുട്ട് കറക്റ്റ് ആണ്. രണ്ടും ഒരുപോലെ ആണ് ഓർ കൊടുത്തേക്കുന്നത്, അല്ലെങ്കിൽ നടക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഓർ ഓപ്പറേറ്റർ ആണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ ഔട്ട്പുട്ട് ട്രൂ ആണ്. ആൻഡ് ഓപ്പറേറ്റർ ആണെങ്കിലോ രണ്ടും ട്രൂ ആയെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ട്രൂ ആവത്തുള്ളൂ. അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത, ഈ കണക്റ്റീവ്സിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മുടെ നോട്ട്സിനകത്ത് തന്നെ പോയിട്ട് നമുക്ക് ഒന്ന് നോക്കാം. നോട്ട്സിൽ പോയിട്ട് നമ്മുടെ കണക്റ്റീവ്സ് ഒന്ന് നോക്കാം. നോക്കി, കണക്റ്റീവ്സ് definition. When P and Q are any two propositions, P യും Q രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ, നേരത്തെ നമ്മൾ പറഞ്ഞു P എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റെയിനിങ്, Q എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ്. അപ്പം then the propositions P and Q denoted by P and Q, P കഴിഞ്ഞിട്ട് ആൻഡിന്റെ A സിമ്പൽ, P കഴിഞ്ഞിട്ട് ആൻഡ് ആണ് ഇത് വായിക്കുന്നത്, ആൻഡ് Q ഈസ് കാൾഡ് കൺജങ്ഷൻ ഓഫ് P ആൻഡ് Q. പിയുടെയും ക്യൂന്റെയും കൺജങ്ഷൻ, ഈ ഓപ്പറേറ്റർ പറയുന്ന പേര് കൺജങ്ഷൻ എന്നാണ്. ആൻഡ് ഈസ് ഡിഫൈൻഡ് ആസ് എ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ദാറ്റ് ഈസ് ട്രൂ വെൻ ബോത്ത് പി ആൻഡ് ക്യൂ ആർ ട്രൂ. ഒരു ആൻഡ് ഓപ്പറേറ്റർ വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു പിയും ക്യൂവും ട്രൂ ആണെങ്കിൽ മാത്രമേ പി ആൻഡ് ക്യൂ ട്രൂ ആവത്തുള്ളൂ. അപ്പൊ അതിന്റെ ട്രൂത്ത് ടേബിൾ നിങ്ങൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലൊക്കെ ട്രൂത്ത് ടേബിൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ട്രൂത്ത് ടേബിളിൽ നമ്മൾ എടുത്തേക്കുന്നത് പി, ഫസ്റ്റ് കോളത്തിൽ പി, സെക്കൻഡ് കോളത്തിൽ ക്യൂവ്, തേർഡ് കോളത്തിൽ പി ആൻഡ് ക്യൂ. അപ്പൊ ഇതിനകത്ത് നമുക്ക് 4 സാധ്യതകളാണ്. ഒന്ന് പിയും ട്രൂവ്, ക്യൂവും ട്രൂ. രണ്ടും ട്രൂ ആണെങ്കിൽ പി ആൻഡ് ക്യൂ എപ്പോഴും എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. വേറെ ഏത് കേസിലും ഇവിടെ പി ട്രൂവ്, ക്യൂ ഫാൾസ്, പി ആൻഡ് ക്യൂ ഫാൾസ്. ഇവിടെ പി ഫാൾസ്, ട്രൂ, ക്യൂ ട്രൂവ്, അപ്പോഴും ഫാൾസ്. ഇത് രണ്ടും ഫാൾസ്. അപ്പം നമ്മളൊരു ആൻഡ് ഓപ്പറേറ്റർ ട്രൂത്ത് ടേബിൾ എഴുതി കഴിഞ്ഞാൽ അതിന് ഒറ്റ സെന്റൻസ് അതിന്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയാൻ പറഞ്ഞാൽ പി ആൻഡ് ക്യൂ വിൽ ബി ട്രൂ. P and Q ട്രൂ ആവുന്ന എപ്പോഴാ, only when P and Q is true only when എപ്പോഴാ, both P is true and Q is true. P യും Q യും ട്രൂ ആണെങ്കിൽ മാത്രമേ P and Q ട്രൂ ആകത്തുള്ളൂ. ബാക്കി എല്ലാ കേസിലും P and Q ഫാൾസ് ആയിരിക്കും. അതുപോലെ നമ്മൾ ഡിസ്ജങ്ഷന്റെ ട്രൂത്ത് ടേബിൾ എഴുതാൻ പോവാം. ഓക്കെ, when P and Q are any two propositions, P or Q is denoted by this one. ആൻഡിന്റെ ഓപ്പറേറ്റർ ഇതുപോലെ തിരിച്ചിട്ടേക്കോ, പി ഓർ ക്യൂ എന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് ഫാൾസ് വെൻ ബോത്ത് പി ആൻഡ് ക്യൂ ആർ ഫാൾസ്. അപ്പം ഓർ എന്ന് വന്നു കഴിഞ്ഞാൽ പി ഓർ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ പി അല്ലെങ്കിൽ ക്യൂ എന്നാണ്. അപ്പം പി ട്രൂ ആയാലും ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും, ക്യൂ ട്രൂ ആയാലും ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും, രണ്ടും ട്രൂ ആയാലും ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. എപ്പോഴും ഫാൾസ് ആവുന്നത് പിയും ഫാൾസ്, ക്യൂവും ഫാൾസ് ആണെങ്കിൽ പി ഓർ ക്യൂ എന്തുമായി മാറും, ഫാൾസ് ആയിട്ട് മാറും. അപ്പം ഒരു ഓർ സ്റ്റേറ്റ്മെന്റിന്റെ ഔട്ട്പുട്ട് ഫാൾസ് ആവുന്ന ഒരേ ഒരു കേസ് എന്ന് വെച്ചാൽ രണ്ട് ഇൻപുട്ടിന്റെ ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റും ഫാൾസ് ആണെങ്കിൽ ആ കോമൺ സ്റ്റേറ്റ്മെന്റ് ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. ഓക്കെ, ട്രൂത്ത് ടേബിൾ ആദ്യത്തെ കോളം പി, രണ്ടാമത്തെ കോളം ക്യൂവ്, മൂന്നാമത്തെ കോളം പി ഓർ ക്യൂവ്. പി ട്രൂ ആണ്, ക്യൂവും ട്രൂ ആണ്, ഔട്ട്പുട്ട് ട്രൂ. പി ട്രൂ ആണ്, ക്യൂ ഫാൾസ് ആണ്. ഒന്നെങ്കിലും ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് ട്രൂ.
പി ക്യൂ ഫാൾസ് ആണ്, ക്യൂ ട്രൂ ആണ്, അപ്പോഴും ഔട്ട്പുട്ട് ട്രൂ. പക്ഷെ ലാസ്റ്റ് കോളത്തിൽ രണ്ടും ഫാൾസ് ആയിപ്പോയി, അതുകൊണ്ട് ഔട്ട്പുട്ട് ഫാൾസ് ആയിട്ട് മാറി. സോ ആൻഡ് ഓപ്പറേറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ കൺജങ്ഷൻ ആണെങ്കിൽ ഔട്ട്പുട്ട് ഈസ് ട്രൂ വെൻ ബോത്ത് ദ സിമ്പിൾ പ്രൊപ്പോസിഷൻസ് ആർ ട്രൂ. പിയും ക്യൂവും ട്രൂ ആകുമ്പോൾ മാത്രമേ ഔട്ട്പുട്ട് ട്രൂ ആകത്തുള്ളൂ. എന്നാൽ ഓർത്തിനകത്താണെങ്കിൽ പിയും ക്യൂവും ഫാൾസ് ആകുമ്പോഴേ ഔട്ട്പുട്ട് ഫാൾസ് ആകത്തുള്ളൂ. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അടുത്ത നെഗേഷൻ. പി എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ, പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു, ലത ഈസ് ഓണസ്റ്റ്, ലത ഓണസ്റ്റ് ആണ്. അല്ലെങ്കിൽ ഹീസ് റിച്ച്, തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്, ഹീസ് റിച്ച്, അയാൾ നല്ല പണക്കാരനാണ്, സമ്പന്നനാണ്. അതിന്റെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഹീസ് നോട്ട് റിച്ച്, ഹീസ് നോട്ട് റിച്ച്, ഇതാണ് ഇതിന്റെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് നോട്ട് കൊടുക്കുമ്പോൾ. അപ്പൊ ഈ ഹീസ് നോട്ട് റിച്ച് എന്ന് എഴുതാനായിട്ട് നമ്മൾ പറയുന്ന നെഗേഷൻ പി ആണ്. അപ്പം ഈ നെഗേഷൻ സ്റ്റേറ്റ്മെന്റ് ട്രൂത്ത് പി ഒരു കോളത്തില് നെഗേഷൻ പി, പി ട്രൂ ആണെങ്കിൽ നെഗേഷൻ പി ഫാൾസ് ആയിരിക്കും, പി ഫാൾസ് ആണെങ്കിൽ നെഗേഷൻ പി ട്രൂ ആയിരിക്കും. അത് സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വരുന്ന നോക്കാം. ഹീസ് റിച്ച്, ഹീസ് ജനറസ്. പി ആൻഡ് ക്യൂ എഴുതുമ്പോൾ ഹീസ് റിച്ച് ആൻഡ് ജനറസ് അല്ലേ. പി ഓർ ക്യൂ എഴുതുമ്പോൾ ഹീസ് റിച്ച് ഓർ ജനറസ്. മൂന്നാമത്തെ നെഗേഷൻ എഴുതുമ്പോൾ ഹീസ് നോട്ട് റിച്ച്, നെഗേഷൻ പി. നെഗേഷൻ ക്യൂ ആണെങ്കിൽ ഹീസ് നോട്ട് ജനറസ്. നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ, പി ഓർ ക്യൂ നോക്കിയേ, ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് ഹീസ് റിച്ച് ഓർ ജനറസ്. നെഗേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇറ്റ് ഈസ് ഫാൾസ് ഓർ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് ഹീസ് നോട്ട് റിച്ച്, ഇങ്ങനെയുള്ളത്. അപ്പൊ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നെഗേഷൻ എഴുതാൻ പറഞ്ഞാൽ കോമൺ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എന്ന് പറഞ്ഞാൽ എഴുതിയാൽ മതി. ഓക്കെ. അപ്പം ഇത്രയാണ് നമ്മൾ 3 ടൈപ്പ് കണക്റ്റീവ്സ്, ആൻഡ്, ഓർ, നോട്ട്, ഈ 3 കണക്റ്റീവ്സും പഠിച്ചത്. നിങ്ങൾ അതിന്റെ ട്രൂത്ത് ടേബിൾ കാണാതെ പഠിച്ചു വയ്ക്കണം, വളരെ എളുപ്പമാണ്. പഠിച്ചിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി നമുക്ക് ഇതിന്റെ കൂട്ടത്തിലുള്ളത് വേറെ കണ്ടീഷണലും ബൈ കണ്ടീഷണലും ആയിട്ടുള്ള കണക്റ്റീവ്സ് ആണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.